ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദരണീയരെ വിധികർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. MHS റിബാദുർഗാൻ സംഘടിപ്പിക്കുന്ന റിക്കാർത്തോ ചൂക്കിരിനിഫറാണല്ലോ നാമെല്ലാം നിലകൊള്ളുന്നത്. ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളുടെ ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രശസ്ത തൽപ്പനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹ്മൂദ് അഫന്തി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കും അദ്ദേഹം വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹ്റ. സുഹ്റയുടെ വിവാഹം മഹ്മൂദ് അഫന്തിയുമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദ് അഫന്തി ദേഹത്ത് മുഴുവനും എണ്ണ തേച്ച് കൊട്ടാര മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദ് അഫന്തി സദാസമയം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മഹ്മൂദ് അഫന്തി ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും വാങ്ങുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡ് എങ്ങനെ നീ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്നു. മഹാരാജാവേ, കൊട്ടാരപ്പുമുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിയും വിധം പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹാരാജാവ് തൻ്റെ ഉടവൽ വലിച്ചൂരി പുലിക്കു നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഉടതൂർന്ന് നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടി. പിന്നാലെ മഹാരാജാവ് തൻ്റെ കുതിരപ്പുറത്തും. ദീർഘസമയത്തിനു ശേഷം പുലി കാട്ടിൽ അപ്രതീക്ഷനായി. ക്ഷീണം കാരണം മഹാരാജാവ് ഒരു പാറപ്പുറത്ത് അറിയാതെ ഉറങ്ങിപ്പോയി. അതേസമയം നമ്മുടെ സുഹ്റയുടെ വീട്ടിൽ ഒരു കളവ് പോയിരിക്കുന്നു. സുഹ്റയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ കട്ടോണ്ട് പോയിരിക്കുന്നു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളെവിടെ? 3 ദിവസകം ആളെ മുന്നിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരിഞ്ഞു. പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം ഭടന്മാർ തല പോകുമെന്ന് കരുതി കാട് കയറും വഴിയതാ വഴിയിലൊരു സാധനം കിടക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വഴിയിലതാ ദേഹത്ത് മുഴുവനും എണ്ണ തേച്ച് ഒരു മനുഷ്യൻ സുഖമായി കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹ്മൂദ് അഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തെത്തിച്ചു. ആരും അറിയാതെ മഹ്മൂദ് അഫന്തിയെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി. വേദന കൊണ്ട് മധുരമൂറും സ്വരത്തിൽ തടുവറ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ് മഹ്മൂദ് അഫന്തി. അതിൽ ആകൃഷ്ടയായ സുഹ്റ മഹ്മൂദ് അഫന്തിയെ തൻ്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഉസ്താദ് ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ആൽ ഇംറാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ച സുഹ്റക്ക് മനസ്സിലായി അത് തൻ്റെ ഭാവി വരനാവാൻ പോകുന്ന മഹ്മൂദ് അഫന്തിയാണെന്ന്. അങ്ങനെ സുഹ്റ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിക്കുകയും കൂടെ മഹ്മൂദ് അഫന്തിയെ ഭർത്താവി കിട്ടാൻ വാശി പിടിക്കുകയും ചെയ്തു. ഒരു വികലാംഗനും കള്ളനുമായ വ്യക്തിയെ ഭർത്താവി കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹ്റ അത് ചെയ്യുന്നത്. തൻ്റെ മകളുടെ ഒരു വിവാഹ ജീവിതം ആലോചിച്ച രാജാവ് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിന്റെ വണ്ണമോർത്ത് മനമുരുകി അല്ലാഹുവിലേക്ക് അടുക്കുകയാണ് മഹ്മൂദ് അഫന്തി. അറിയാതെ ഉറങ്ങിപ്പോയി. കിനാവിലതാ മുത്തനബി വന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ വിഷമങ്ങളെല്ലാം നബിയോട് തുറന്നു പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്മൂദ് അഫന്തിയുടെ വിഷമങ്ങളെല്ലാം കേട്ടപ്പോൾ തിരുനബി 2 കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു. 2 കൈകളും നീട്ടിയപ്പോൾ അതാ തിരുനബിയുടെ തിരുസ്പർശനം പെട്ടപ്പോൾ മഹ്മൂദ് അഫന്തിയുടെ കാലുകൾ പഴയ സ്ഥിതിയിലായി. ഈ വാർത്ത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അയാളിൽ നിന്ന് വേറൊരാളിലേക്ക്, അങ്ങനെ കൊട്ടാരമാണ് ഒരു വാർത്ത പടർന്നു പന്തലിച്ചു. ഈ വാർത്ത രാജാവിന്റെ ചെവിയിലുമെത്തി. രാജാവ് മഹ്മൂദ് അഫന്തിയുടെ കാൽക്ക് വീണുകൊണ്ട് മാപ്പ് പറഞ്ഞു. രാജൻ, അങ്ങ് എന്നോടല്ലേ തെറ്റ് ചെയ്തത്? അതും അറിയാതെ. ഞാൻ രക്ഷിതാവ് അല്ലാഹുവിനോട് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്കിപ്പോൾ ലഭിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊരു കാര്യവും ഏത് സമയത്തും അല്ലാഹു തആല വിചാരിച്ചാൽ മാറി മറന്നുവെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.